67 വർഷം കട്ടുമുടിച്ച് കൊള്ളയടിച്ച് ഇവിടുത്തെ പാവപ്പെട്ട സാധാരണക്കാരൻ രക്തമൊഴുക്കി കുടിച്ച് ഈ നാട് നശിപ്പിച്ച രാഷ്ട്രീയക്കാരിൽ നിന്ന് കേരളത്തിലെ ജനങ്ങൾക്കൊരു മോചനം വേണമെന്ന് ദൈവം ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കാം. അതാണ് 2020. പഞ്ചായത്ത് 2020 ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ല, കോൺഗ്രസ് പാർട്ടി ഇല്ല, BJP ഇല്ല, 2020 ഇല്ല. പഞ്ചായത്തിൽ വരുന്ന ഓരോരുത്തർക്കും നീതി നടപ്പിലാക്കിയിരിക്കും, നീതി ലഭിച്ചിരിക്കും. ഇത്തവണ ചാലക്കുടിയിലും എറണാകുളത്തും 2020 MP-മാര് ജയിച്ചു കഴിഞ്ഞാൽ 2026 കേരളം ഭരിക്കുന്നത് 2020 ആയിരിക്കും. നഗ്നനായിട്ട് അടിച്ച് മർദ്ദിച്ച് കെട്ടിത്തൂക്കി 3 ദിവസം ഭക്ഷണം പോലും കൊടുക്കാതെ സ്വന്തം മകന്റെ മൃതശരീരം കൊണ്ടുവന്ന് അച്ഛന്റെ അമ്മയുടെ മുമ്പിലിട്ടിട്ട് പിണറായിയുടെ വക 10 ലക്ഷം രൂപ. 10 ലക്ഷം രൂപയാണോ നിങ്ങളുടെയും എന്റെയും മക്കളുടെ വില? 2020 വരട്ടെ, ആരുടെയും മാല പൊട്ടിക്കാനോ കഴുത്തറക്കാനോ കുത്തിക്കൊല്ലാനോ അടിപിടി നടത്താനോ ആരുടെയും കൈ പൊങ്ങില്ല. രാഷ്ട്രീയം മാറ്റി നിർത്തി സത്യസന്ധമായിട്ട് പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയോടൊപ്പം നിന്ന് അവരോടൊപ്പം അണിചേർന്ന് ഈ നാടിന്റെ വികസനത്തിന് വേണ്ടിയിട്ട്, ഈ കേരളത്തിലെ 3.5 കോടി ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വോട്ട് ചെയ്യ്. കേരളം രക്ഷപ്പെടട്ടെ.